സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം വിവാദമായതിനു പിന്നാലെ അഭിമുഖം പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ കത്ത്. അഭിമുഖത്തിൽ മുഖ്യമന്ത്രി മലപ്പുറത്തെ സംബന്ധിച്ച് നടത്തിയ പരാമർശം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ പ്രശാന്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, നമുക്കറിയാം ഇത്തരത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം പിന്നാലെ വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് ഇത് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ദ ഹിന്ദു പത്രം വളച്ചൊടിച്ചു എന്നുള്ള പരാമർശം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സെക്രട്ടറിയുടെ കത്ത് പോയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ദ ഹിന്ദു പത്രം എന്ത് വിശദീകരണമാകും ഈ വിഷയത്തിൽ നൽകുക എന്നുള്ളതാണ്. അതിനനുസരിച്ചായിരിക്കും ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങൾ. ആ വിശദീകരണം എന്തായിരിക്കും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമുക്കറിയാം ഇംഗ്ലീഷ് പത്രമൊക്കെ ഇത്തരത്തിൽ അഭിമുഖം നടത്തുമ്പോൾ ഒന്നെങ്കിൽ വീഡിയോ ചിത്രീകരിക്കും അല്ലെങ്കിൽ ഓഡിയോ ചിത്രീകരിക്കും. നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ദ ഹിന്ദു പത്രം അത്തരത്തിൽ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാകും, ഏത് അനുമാനത്തിലേക്കാകും കാര്യങ്ങൾ പോകുക? പ്രശാന്ത്. അശ്വതി, നിലവിൽ PV അൻവർ ഉയർത്തുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രതിരോധത്തിലാണ് CPM സർക്കാരും ഉള്ളത്. അതിനിടയിലാണ് ഡൽഹിയിൽ PB യോഗത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി എത്തുന്ന സമയത്ത് തന്നെ ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ അഭിമുഖത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടും പാർട്ടിയിലെ 24 പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഈ മറുപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടി തന്നെയായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനത്തെ കഴിഞ്ഞ 5 വർഷം അതിൽ ഏറ്റവും പ്രധാനമായി മലപ്പുറം എന്ന പേര് അദ്ദേഹം പറയുന്നതായി ഹിന്ദു വ്യക്തമാക്കുന്നുണ്ട്. 150 കിലോ സ്വർണവും 123 കോടി രൂപയും 5 വർഷത്തിനിടെ മലപ്പുറത്ത് ഹവാല ഇടപാടും ഒപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ നേട്ടം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഹവാല പണവും ഈ സ്വർണ്ണക്കടത്തും എല്ലാം തന്നെ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് സംസ്ഥാന വിരുദ്ധ നീക്കങ്ങൾക്കും ഒപ്പം തന്നെ രാജ്യവിരുദ്ധ നീക്കങ്ങൾക്കും എല്ലാം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഈ സമയത്ത് അത് മലപ്പുറത്ത് അടക്കം പിടിച്ച കണക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നുള്ളതാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസ് സെക്രട്ടറി തന്നെ ഒരു കത്ത് ഇപ്പോൾ ഹിന്ദുവിൻ്റെ എഡിറ്റർക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നുള്ള കാര്യം, യഥാർത്ഥമായി എന്താണ് പറഞ്ഞതെന്ന് പുറത്തുവിടണം, അക്കാര്യത്തിലൊരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് പ്രതിപക്ഷം ഒന്നടങ്കം ഈ വിഷയത്തിൽ വളരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വരെ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് നിലവിൽ ന്യൂനപക്ഷ വോട്ടുകൾ CPM-നും LDF-നും തന്നെ നഷ്ടമായിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ അവരെ ഇനി ആക്രമിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കപ്പെട്ടത്. അതായത് RSS CPM ബന്ധത്തിൻ്റെ അത് പുറത്തേക്ക് വരുന്നു. അതിൻ്റെ ഒരു ജാള്യത മറയ്ക്കാനാണ് മലപ്പുറത്തെയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സമാനമായ നിലപാട് തന്നെ KPC അധ്യക്ഷൻ K സുധാകരനും നിലപാടെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ സർക്കാർ നിലപാടെടുക്കണം. മാത്രമല്ല അതിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനോ സംസ്ഥാന വിരുദ്ധ പ്രവർത്തനത്തിനോ ഇത്തരത്തിൽ ഹവാല പണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ എന്ത് നടപടി ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്തു എന്നുള്ളതാണ് പ്രധാനമായി പ്രതിപക്ഷം ചോദിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതായി അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം വളരെ വൈകാരികമായി തന്നെ UDF ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് RSS നേതാക്കളെ പ്രീണിപ്പെടുത്താനോ അവർക്ക് വേണ്ടിയിട്ടോ ഇത്തരമൊരു നീക്കം നടത്തിയതിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രി വാക്കുകൾ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത്. അതോടൊപ്പം തന്നെ PV അൻവറാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത്, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഡൽഹിയിൽ പോയി ഇത്തരത്തിലൊരു അഭിമുഖം കൊടുത്തതുപോലും അവിടുത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരികയും ഒപ്പം തന്നെ മലപ്പുറത്തെ അവഹേളിക്കാനുള്ള നീക്കമാണ് എന്നുള്ളതാണ്. അതിനാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് വരികയും പിന്നീട് പ്രതിപക്ഷം അത് ഒന്നടങ്കം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വേണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ദിനപത്രം, ഈ ദേശീയ ദിനപത്രമാണ് ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. സാധാരണഗതിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേശീയ ദിനപത്രം ഇത്ര അഭിമുഖങ്ങൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ വീഡിയോ ചിത്രീകരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അവരത് പുറത്തുവിട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രദേശത്തെക്കുറിച്ച് മാത്രമല്ല, അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, സംസ്ഥാനത്ത് ഇത്തരത്തിൽ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഹവാല പണം എത്തുന്നത് ഇതിനൊക്കെ വേണ്ടിയാണെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ച തരത്തിലൊരു വിശദീകരണം അവരുടെ ഭാഗത്ത് നിന്ന് വരേണ്ടി വരും. പക്ഷേ അങ്ങനെ വിശദീകരണം വരുമ്പോഴും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജ് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് മുഖ്യമന്ത്രി തന്നെ ഒരു വിശദീകരണം നൽകേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ PV അൻവറിന് പിന്നാലെ ഇത്തരമൊരു പരാമർശം കൂടി സർക്കാരിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കിയിട്ടുണ്ട്.
തീർച്ചയായും വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും കെ പ്രശാന്ത് നൽകിയത്.